ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസുന്ധരാമയോടും ആനന്ദവർമ്മയോടും ശ്യാമ പറയുന്നുണ്ട് ഏട്ടനെ വഴക്കു പറഞ്ഞത് മതിയെന്നൊക്കെ. ഏട്ടനോടും പറയുന്നുണ്ട് റൂമിലേക്ക് പോക്കോളാം എന്നൊക്കെ. അരുണാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുണിന് ഇനിയും പണി കൊടുക്കണമെന്നൊക്കെ. ഐശ്വര്യ വീണ്ടും നാടകം തുടങ്ങുകയാണ്. റൂമിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. ഐശ്വര്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്റെ ഭർത്താവാണെങ്കിൽ എന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും എനിക്ക് വേണ്ടി സാധിച്ചു തന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. അരുണാണെങ്കിൽ റൂമിന്റെ സൈഡിൽ മറിഞ്ഞു നിന്ന് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അരുൺ കേൾക്കാൻ വേണ്ടി ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് എന്നോട് സ്നേഹമില്ലെങ്കിലും പ്രശ്നമില്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടെങ്കിലും സ്നേഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞു വരെ കഷ്ടത്തിലാകുമല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ കരയുകയാണ്. ആ സമയത്ത് അരുൺ അടുത്തേക്ക് ചെല്ലുന്നു. അരുൺ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ആ ഇല മറന്നു പോയതാണെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഗർഭിണിയായ എൻ്റെ ചെറിയ ആഗ്രഹം പോലും അരുൺ സാധിച്ചു തരുന്നില്ലല്ലോ എന്നൊക്കെ. എന്തായാലും ഞാൻ അതൊക്കെ മറന്നെന്നൊക്കെ പറയുന്നു. എന്തായാലും അരുൺ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യയാണെങ്കിൽ അരുണിനെ ബെഡിലേക്ക് പിടിച്ചിരുത്തുന്നു. അതിനുശേഷം ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് കാല് വേദനിക്കുന്നു, ഗർഭിണികൾക്കാണെങ്കിൽ കാലുവേദന ഉള്ളതല്ലേ, എനിക്കൊന്ന് തിരുമ്മി താന്ന് പറഞ്ഞിട്ട് അരുണിന്റെ മടിയിലേക്ക് കാല് വെച്ച് കൊടുക്കുന്നു. അരുൺ അപ്പോൾ ഇഷ്ടമല്ലാഞ്ഞിട്ടും തിരുമ്മി കൊടുക്കുകയാണ്. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ തിരുമ്മിയാൽ പോരാ, നല്ല അമർത്തി തിരുമണമെന്നൊക്കെ. അരുൺ അപ്പോൾ അമർത്തി തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അരുണിനെ കൊണ്ട് കാലും പിടിപ്പിച്ചല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമയുമാണ്. അഖില് ശ്യാമയ്ക്ക് തേൻനെല്ലിക്ക കൊടുക്കുന്നു. ശ്യാമ ഒരുപാട് സന്തോഷത്തോടെ അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അഖിൽ പറയുന്നുണ്ട് ഈ തേൻനെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞും ശ്യാമയെ പോലെ നന്നായിട്ട് പാട്ട് പാടുമെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് മാറുമെന്നൊക്കെ. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് അരുണേട്ടന്റെ ജീവിതത്തെ ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അരുണേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തി എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഈ ഒരു സിറ്റുവേഷനിൽ പോലും അരുണേട്ടനോട് എന്തുമാത്രം ദേഷ്യവും വൈരാഗ്യവുമാണ് കാണിക്കുന്നത്. അവർ പ്രഗ്നന്റ് ആണോ എന്ന് പോലും ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും, താനും പ്രഗ്നന്റ് അല്ലേ, താൻ ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു. ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തിയുടെ സ്വഭാവം തന്നെ അങ്ങനെയല്ലേ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് എപ്പോഴും കൂടെ വേണമെന്നൊക്കെ ഐശ്വര്യേട്ടത്തിക്കും ആഗ്രഹം കാണും. ഐശ്വര്യേട്ടത്തി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്, അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ പറയുന്നു. ഇപ്പൊ തന്നെ അഖിൽ സാർ എനിക്ക് തേൻനെല്ലിക്ക കൊണ്ടു തന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമാകത്തില്ലേ, അതേപോലെ തന്നെ ഐശ്വര്യേട്ടത്തിക്കും സങ്കടമായി, പക്ഷെ പെരുമാറുന്ന രീതി കുറച്ച് ദേഷ്യത്തോടെ ആയിപ്പോയി, അത്രേ ഉള്ളെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമ പറഞ്ഞതും സത്യമൊക്കെയാണ്, പക്ഷേ എങ്കിലും ഐശ്വര്യേട്ടത്തിയുടെ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദിത്യനെയും അഖിലിനെയും ശ്യാമയുമാണ്. ആദിത്യനാണെങ്കിൽ അഖിലിനോടും ശ്യാമയോടും പറയുന്നുണ്ട് ഒരു അമേരിക്കൻ കമ്പനി 20 കോടിയുടെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളോട് കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു. അവിടെയാണെങ്കിൽ ആ സമയത്ത് ഐശ്വര്യയുടെ ആള് രേഷ്മിയും ഉണ്ടായിരുന്നു. ശ്യാമയും അഖിലുമാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നുണ്ട്. രേഷ്മയോട് ആദിത്യൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് മെയിലായിട്ട് അഖിലിന് അയച്ചു കൊടുക്കാനെന്ന് പറയുന്നു. രേഷ്മ വെളിയിലേക്ക് വന്നതിന് ശേഷം ഉടനെ തന്നെ ഐശ്വര്യ ഫോൺ ചെയ്യുന്നുണ്ട്. ഐശ്വര്യയോടാണെങ്കിൽ അമേരിക്കൻ കമ്പനിയുടെ ഓർഡറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രേഷ്മ പറയുന്നുണ്ട് മേഡം പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കിയാലോ എന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അവരെ നീ എന്തായാലും നിരീക്ഷിക്കുക, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് 3 പേരെയും ശത്രുക്കളാക്കണം, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്നൊക്കെ. ശ്രീകുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വീട്ടിലേക്ക് വരുന്നു. ശ്രീകുട്ടി വിചാരിക്കുന്നത് അരുണങ്കിളാണെന്നാണ്. പക്ഷെ അതിൽ നിന്നും ഇറങ്ങി വരുന്നത് ജയേഷ് ആണ്. ജയേഷ് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് മോളെ എന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ എന്നെ കയ്യിൽ നിന്ന് വിടുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീകുട്ടി ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ട് അശ്വതിയും അവിടേക്ക് വരുന്നുണ്ട്. അശ്വതിയും ആണെങ്കിൽ ജയേഷിനോട് പറയുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്നും വിടുന്നൊക്കെ. പെട്ടെന്ന് കാറിൽ നിന്ന് ഒരാൾ കൂടി ഇറങ്ങി വരുന്നുണ്ട്. ജയേഷിന്റെ അമ്മയാണ് ഇറങ്ങി വരുന്നത്. ജയേഷിന്റെ അമ്മ അവിടേക്ക് വരുമ്പോൾ അശ്വതിയുടെ അമ്മയും വരുന്നു. അശ്വതിയുടെ അമ്മയാണെങ്കിൽ ജയേഷിന്റെ അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറി വരാനെന്നൊക്കെ പറയുന്നുണ്ട്. ജയേഷ് ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും ഒരു മുത്തശ്ശിയെ കൂടെ കിട്ടാൻ പോവുകയാണ്, ഈ മുത്തശ്ശിയുടെ കൂടെയാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജയേഷിന്റെ അമ്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
ജേഷിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ജേഷിന് ഒരുപാട് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു അശ്വതി മോളെ ഇവിടെ വന്ന് കാണണമെന്ന്, അതിനുവേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. അശ്വതിയുടെ അമ്മ അകത്തേക്ക് വരാനെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ജേഷ് അപ്പോൾ പറയുന്നുണ്ട് ചായയൊന്നും വേണ്ട, അത് ചോദിക്കാനല്ലേ അശ്വതി ഇപ്പൊ വിളിച്ചത്, അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നൊക്കെ പറയുന്നു. അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്